വലിയ കൊട്ടും മാമാങ്കവും ഒക്കെ ആയിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ അധികാരമേറിയത്. എന്നാൽ അധികാരത്തിൽ ഇരിക്കുന്നതിന് മുന്നേ തന്നെ വിവാദങ്ങളുടെ പെരുമഴയാണ് രാജീവ് ചന്ദ്രശേഖറിന് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ഇന്നലെ ഒരു ചാനൽ അവതാരകർ രാജീവ് ചന്ദ്രശേഖറിന് പാർട്ടിക്ക് അകത്തു നിന്നാണോ പുറത്തു നിന്നാണോ കൂടുതൽ പ്രതിസന്ധി നേരിടേണ്ടി വരിക എന്ന് ചോദിച്ചതിനെ BJP നേതാവ് വാക്കുകൾ കൊണ്ട് അരിഞ്ഞു വീഴ്ത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ രാജീവ് ചന്ദ്രശേഖറിന് മുറുമുറുപ്പുകൾ തുടക്കം മുതൽ ഏൽക്കേണ്ടി വരുന്നതിന് വീണ്ടും ഒരു തുടർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖർ അധികാരത്തിലേറിയ നേരം മുതൽ തന്നെ ശോഭാ സുരേന്ദ്രനും K സുരേന്ദ്രനും നാവിറങ്ങി തല കുനിച്ച് വിളറി വെളുത്ത് മൂലയ്ക്ക് ഒതുങ്ങിയതാണ്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായി ശശി തരൂരിനെതിരെ നിന്ന രാജീവ് ചന്ദ്രശേഖർ അന്ന് വിജയിക്കാത്തതിന് കാരണം BJP-യിൽ തന്നെയുള്ള VV രാജേഷ് ആണെന്ന തരത്തിലുള്ള പോസ്റ്ററുകളാണ് പ്രചരിക്കുന്നത്. പണം വാങ്ങിക്കൊണ്ട് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ VV രാജേഷ് കുതുകാൽ വെട്ടി എന്ന ശക്തമായ ആരോപണം ഇപ്പോൾ മുന്നോട്ട് വരികയാണ്. ഇതിനെതിരെ പ്രചരിച്ച പോസ്റ്ററുകൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ട് എന്നത് ശ്രദ്ധേയമാണ്. ഇംഗ്ലീഷിൽ ഉണ്ടെങ്കിൽ മാത്രമേ ചന്ദ്രശേഖറിന് വളരെ വ്യക്തമായി അത് ബോധ്യമാവൂ എന്നുള്ള ഒരു ദീർഘവീക്ഷണം കൂടി ഈ പോസ്റ്റർ പതിപ്പിച്ചവർക്ക് പിന്നിൽ ഉണ്ട് എന്ന് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്. കേരളത്തിൽ മറ്റു ഏതൊരു വ്യക്തിയെ BJP-യുടെ പദവിയിലേക്ക് കൊണ്ടുവന്നാലും BJP അണികൾക്കിടയിൽ അത് വൻ തർക്കത്തിന് കാരണമാകുമെന്നുള്ള ദീർഘവീക്ഷണത്തിന്റെ ഫലമായാണ് മോദി കേരള രാഷ്ട്രീയത്തെ കുറിച്ച് വലിയ ബോധ്യമൊന്നുമില്ലാതിരുന്നിട്ടും രാജീവ് ചന്ദ്രശേഖറിനെ പോലെ ഒരു കുത്തക മുതലാളിയെ അല്ലെങ്കിൽ ഒരു കച്ചവടത്തിന്റെ കുതന്ത്രങ്ങൾ അറിയുന്ന ഒരാളെ BJP-യുടെ അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ BJP-യിൽ ഇത്രയും കാലം നടന്നുകൊണ്ടിരുന്ന തർക്കം ഇല്ലാതായില്ല എന്ന് മാത്രമല്ല, അതിന് പുതിയ മാനദണ്ഡങ്ങൾ കൂടി ഉണ്ടായി എന്ന് വേണം പറയാൻ. ഇത്തരം പ്രശ്നങ്ങൾ കേൾക്കുന്നതിനും പരിഹരിക്കുന്നതിനും വേണ്ടി ഇപ്പോൾ തിരുവനന്തപുരത്ത് BJP-യുടെ അടിയന്തര യോഗം കൂടുകയാണ്. സംസ്ഥാന ഓഫീസിലും VV രാജേഷിന്റെ വീടിന് മുന്നിലുള്ള മതിലിലും ഈ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ED കേവലം റബ്ബർ സ്റ്റാമ്പ് അല്ലെങ്കിൽ VV രാജേഷിന്റെ സ്വത്ത് വിവരങ്ങളെല്ലാം അന്വേഷിക്കണമെന്നും കഴിഞ്ഞ 15 വർഷം മുതൽ ഇങ്ങോട്ട് അദ്ദേഹം സമ്പാദിച്ച മുഴുവൻ സ്വത്തുക്കളുടെയും കണക്ക് വിവരങ്ങൾ അന്വേഷിച്ച് കൃത്യമായ റിപ്പോർട്ട് തയ്യാറാക്കണമെന്നും കുറ്റക്കാരനാണ് എന്ന് ഉറപ്പായാൽ തീർച്ചയായും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണമെന്നും അടക്കമുള്ള വലിയ സമ്മർദ്ദങ്ങളാണ് ഇപ്പോൾ BJP നേരിട്ടുകൊണ്ടിരിക്കുന്നത്. BJP പ്രതികരണ വേദിയുടെ പേരിൽ പുറത്തു വന്ന ഈ പോസ്റ്ററുകൾ ഇപ്പോൾ വലിയ വിവാദവും ചർച്ചയുമായി മാറിയിരിക്കുകയാണ്. ഇന്ന് ചേരുന്ന BJP-യുടെ മീറ്റിംഗിൽ ഇത് വലിയ ചർച്ചയാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഇത് പടലപ്പിണക്കത്തിൽ നിന്ന് ഉണ്ടായ പോസ്റ്റർ ആണോ അതോ പുറത്തു നിന്നുള്ളതാണോ എന്ന തരത്തിലുള്ള അന്വേഷണങ്ങളും കുറ്റക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകണമെന്നുള്ള ആവശ്യത്തിൽ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ഉറച്ചു നിൽക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. പടലപ്പിണക്കത്തിൽ നിന്ന് തന്നെയാണ് ഇത് രൂപം കൊണ്ടത് എന്ന കാര്യത്തിൽ എന്താണ് സംശയം? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് ഉയർന്നു കേട്ടപ്പോൾ തന്നെ BJP-യുടെ സകല ആൾക്കാർക്കും കേരളത്തിൽ കുടപിടിച്ചും മുന്നിലും പിന്നിലുമായി നടന്നിരുന്ന നേതാക്കന്മാരുടെ ഒക്കെ മുഖം കണ്ടാൽ വ്യക്തമായി വിളിച്ചു പറയുന്നുണ്ടായിരുന്നു പുതിയ തീരുമാനത്തിനോടുള്ള വിയോജിപ്പ്. പാർട്ടിയെയും മറ്റു നേതാക്കന്മാരെയും ഭയന്ന് വിളിച്ചു പറയാൻ മടിക്കുന്ന കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ അന്തർധാര വഴി പുറത്തേക്ക് കൊണ്ടുവരാനുള്ള BJP പ്രവർത്തകരുടെ തന്നെ ഗൂഢലക്ഷ്യമാണ് ഇതിന് പിന്നിലെന്ന് ആർക്കും മനസ്സിലാവുന്നതാണ്. എന്നാൽ ഇനി ഇതൊക്കെ ഇടതുപക്ഷത്തിന്റെ തലയിൽ കൊണ്ടുവച്ച് തടികൂരാൻ തന്നെയാവും BJP പ്രവർത്തകർ ശ്രമിക്കുക എന്നുള്ളതും പകൽ പോലെ വ്യക്തമാണ്. കൊടകര കുഴൽപ്പണം കേസിൽ ഉൾപ്പെടെ BJP പണത്തിന്റെയും അധികാരത്തിന്റെയും പേരിൽ തടിയൂരി നിൽക്കുന്ന ഈ അവസരത്തിൽ വലിയ പ്രതീക്ഷയോടെ കൊണ്ടുവന്ന രാജീവ് ചന്ദ്രശേഖറിനെതിരെ BJP-ക്കുള്ളിൽ തന്നെ മുറുമുറുപ്പ് ശക്തമായ BJP-യുടെ കേരളം പിടിച്ചെടുക്കാമെന്നുള്ള പ്രതീക്ഷയ്ക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ്.